കേരളത്തിൽ നിന്നുള്ള ഈ ഒരു വ്യക്തി USA, ജർമ്മനി, നെതർലാൻഡ്, സൈപ്രസ്, അതുപോലെ സൗദി അറേബ്യ പോലത്തെ പല രാജ്യങ്ങളിലേക്ക് കപ്പലുകൾ വിറ്റിട്ടുണ്ട്. 1969 എഞ്ചിനീയറായ ശ്രീ SS സുബ്രഹ്മണ്യാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് കണ്ടെത്തിക്കൊണ്ട് ഇന്ത്യയുടെ നേവൽ ഇൻഡസ്ട്രീനെ എന്നേക്കുമായിട്ട് മാറ്റിയത്. അപ്പോൾ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഒരു ആധുനിക കപ്പൽ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും സൃഷ്ടിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 1972 ഷിപ്പ്യാർഡ് ഗവൺമെന്റ് ഓൺ കമ്പനിയായിട്ട് ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പം ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഷിപ്പ് ബിൽഡിംഗ് യാർഡായിട്ട് മാറി. 1982 യാർഡിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. അപ്പോൾ കപ്പൽ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ആരംഭിക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചു. അപ്പം മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രിയുടെ ഒത്തുള്ള പാർട്ട്ണർഷിപ്പാണ് ഇതിനെല്ലാം വഴിയൊരുക്കിയത്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് പെട്ടെന്ന് തന്നെ പുതിയ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് കൂടുതൽ കോമ്പറ്റേറ്റീവ് എഫിഷ്യന്റ് ആവാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് പല രാജ്യങ്ങളിലേക്ക് 50ഓളം കപ്പലുകൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2022 കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഉൾപ്പെടെയുള്ള മെയിൻ പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ വിപുലമായ നാവിക കപ്പലുകളും ഓഫ് ഷോർ പ്ലാറ്റ്ഫോമുകളും നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവോ, കൊച്ചിൻ ഷിപ്പ്യാർഡ് INS വിക്രാന്ത് നിർമ്മിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. അപ്പം ശ്രീ SS സുബ്രഹ്മണ്യത്തിന്റെ കാഴ്ചപ്പാടും ലീഡർഷിപ്പും കൊച്ചിൻ ഷിപ്പ്യാർഡിനെ ഒരു ഗ്ലോബൽ ലീഡറാക്കി മാറ്റി. ഇനിയിപ്പം നമ്മുടെ ഇന്ത്യൻ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലേക്ക് അടുത്തത് എന്തായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ്സിൽ അത് നമ്മളോട് ഷെയർ ചെയ്യുക.